ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ വീട്ടിലെല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക ടൈമിലും ഇതുപോലെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്ന നൂഡിൽസിനെക്കാട്ടിലും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴായിട്ട് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് 200 ഗ്രാമോളം നൂഡിൽസാണ് കേട്ടോ വേണ്ടത്. സാധാ നൂഡിൽസ് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം. ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പോളം വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പരസ്പരം കൊണ്ട് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ആ ടൈമിൽ നമുക്കിതിലേക്ക് നൂഡിൽസ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് കേട്ടോ. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. എന്താ വെച്ചാൽ നമ്മൾ ആ വാങ്ങിക്കുന്ന പാക്കിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എങ്ങനെ ഇത് കുക്ക് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാൽ നമുക്കൊരു 80% കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങനെ ആയിപ്പോയാൽ അങ്ങനെ പരസ്പരം ഇങ്ങനെ ഒട്ടിയൊക്കെ എടുക്കും. അങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കഴിക്കാനും തന്നെ ഇങ്ങനെ ഒട്ടിയാകുമ്പോൾ ടേസ്റ്റും തോന്നില്ല. ഒരു 80-90% ഉള്ളിലായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കുക്കായി വന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേവായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. കണ്ടില്ലേ, പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഫുള്ള് വെള്ളം കളഞ്ഞെടുത്തിട്ട് നല്ല തണുത്ത വെള്ളം കൂടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ് വാട്ടർ വെച്ചിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ടൊരു ട്രേയോ അല്ലെന്നുണ്ടെങ്കിൽ ബൗൾ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ അങ്ങ് കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരസ്പരം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങനെ തിക്കായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയ്തെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു ബൗളിൽ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3-4 കോഴിമുട്ട എടുക്കാം. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതൊന്നങ്ങ് ചൂടായിട്ട് വന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഈ താഴെ ഭാഗം ഒന്നിങ്ങനെ സെറ്റായി വരട്ടെ കേട്ടോ. ഒന്നങ്ങ് സെറ്റായി വരുന്നതോട് കൂടിയിട്ട് നമുക്കിതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ അങ്ങനെ നമുക്കൊന്ന് ചിക്കി എടുക്കാം. ആ ഒരു രീതിയിലാണ് ഇതൊന്ന് ചെയ്തെടുക്കേണ്ടത്. കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്താൽ മതിയേ. ഇപ്പോൾ അത് ചെറിയ കുഞ്ഞാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാൻ കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് ആക്കിയെടുക്കാൻ. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ വെച്ചിട്ട് ചെയ്തെടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് കിട്ടുക. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുത്. അതിന് ഏകദേശം ഒന്നിങ്ങനെ വയന്ന് വന്നു എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള വെല്ലുവിളി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പോളം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ബീൻസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്നങ്ങ് വന്നാൽ മതി കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ആ ഒരു രീതിയിലാണ് നമ്മൾ നൂഡിൽസിക്ക് വെജിറ്റബിൾസ് എപ്പോഴും കുക്ക് ചെയ്തെടുക്കാറുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കാണ് കേട്ടോ, റെഡ് കളറുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ഒരു 1/4 കപ്പോളം, 1/4 കപ്പോളം തന്നെ യെല്ലോ കളറുള്ള ക്യാപ്സിക്കം കേട്ടോ. ഇനിയിപ്പോൾ ഈ കളറുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ നൂഡിൽസ് കാണാൻ കേട്ടോ, അത് പല പല കളറുകളാവുമ്പോൾ. എന്നിട്ട് അതെല്ലാം കൂടി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്നങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സോസുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കതിലേക്ക് നൂഡിൽസ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 തവി വെച്ചിട്ട് ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഈസി ആയിരിക്കുമേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ടതായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലേക്ക് വരും, അതിൽ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചില്ലി സോസും കൂടെ നമുക്ക് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ എത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും കമ്മിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സോസോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം തന്നെ സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നമ്മൾ 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു നൂഡിൽസിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും, എന്നാൽ കേടില്ല. ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.